ഈ ചടങ്ങിന് ഔപചാരികമായ സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് MWയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മുല്ലമലയെ ആദരപൂർവ്വം ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷൻ MWA കോഴിക്കോട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ്. നൗഷാദ് ക പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം നമ്മൾ വ്യത്യസ്തമായ ഒരു പരിപാടി നടത്തി. ഇക്കൊല്ലവും അതിലേറെ വ്യത്യസ്തമായ രാഗപരിചയം, രാഗസുധാരസം എന്ന പേരിൽ രാഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യത്യസ്ത പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. നമുക്ക് രാഗങ്ങളെ പരിചയപ്പെടാനും അതിലൂടെയുള്ള ചലച്ചിത്ര ഗാനങ്ങളെ പരിചയപ്പെടാനും ഒക്കെയുള്ള ഒരവസരമാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും MWയുടെ പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മളുടെ അഭിമാനമായ MWയുടെ അഭിമാനമായ KK നിഷാദ്, ചിത്രചേച്ചിയുടെ UK പരിപാടി നടത്തി മിനിങ്ങാന്നാണ് എറണാകുളത്തെത്തിയത്. ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം ഇന്ന് കോഴിക്കോട്ടേക്ക് വന്നതാണ്. ഈ ആത്മാർത്ഥയെ ഞങ്ങൾ വളരെ വിലയോടെ കാണുന്നു. നമ്മളുടെ അഭിമാനമായ MWയുടെ അഭിമാനമായ KK നിഷാദിന് MWയുടെ പേരിലും ഹാർദവമായ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് MWയുടെ മറ്റൊരു അഭിമാനമായ കോഴിക്കോടിൻ്റെ ഗായിക സിബിലേച്ചിയാണ്. വളരെ സീനിയറായ MW മെമ്പറായ സിബിലേച്ചിക്കും MWയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തത് നമ്മളുടെ എല്ലാമായ നമ്മുടെ MW അഭിമാനമായ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടെയായ ജെറി മാഷാണ്. ജെഫ്രി മാഷർക്കും MWയുടെ പേരിൽ ഹാർദവമായ സ്വാഗതം. അടുത്ത നമ്മുടെ ഈ പരിപാടി അവതരിപ്പിക്കുന്ന സുൽമാഷാണ്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. നിങ്ങൾക്ക് ഈ രാഗപരിചയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കും. അദ്ദേഹത്തേക്കും ഈ MWയുടെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ സുൽമാഷയുടെ ഐശ്വര്യ കല്യാണി, നമ്മുടെ അംഗമായ ഐശ്വര്യ കല്യാണിയുമുണ്ട്. ഐശ്വര്യക്ക് ഞാൻ MW പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ ഇവിടെ ഉണ്ട് ഐശ്വര്യ MWയുടെ ഒരു മുതൽക്കൂട്ടാണ്. ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലും വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ഗായികയാണ്. കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ഉണ്ട് ഇവിടെ, PK പ്രേംരാജൻ. നമ്മുടെ സൊസൈറ്റിയുടെ പ്രസിഡൻ്റുണ്ട് അജിയേട്ടൻ. നമ്മുടെ ട്രഷറർ മിസ്റ്റർ പ്രമോദ് പൂമംഗലത്ത്. നമ്മുടെ പ്രസിഡൻറ്റ് പോയി നമ്മുടെ നിതീഷ് കാർത്തിക്. എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രസിഡന്റ് ശ്രീ നിതീഷ് കാർത്തികിനെ ക്ഷണിച്ചോളൂ. അടുത്തത് സ്വാഗത ഗാനമാണ്. വീണ്ടും MWയുടെ ഖൊയർ സംഘത്തെ ക്ഷണിക്കുകയാണ്. ഈ രണ്ട് ഗാനങ്ങളും, പ്രാർത്ഥനാ ഗാനങ്ങളും സ്വാഗത ഗാനവും രചിച്ചത് നൗഷാദ് അരീക്കോട്. ഇതിന് സംഗീതം നൽകിയിട്ടുള്ളത് ഫിഡൽ അശോക്, നിങ്ങളുടെ നടുക്കുള്ള ഫിഡൽ അശോകാണ് ഇതിന് സംഗീതമൊരുക്കി. കേട്ടുണർന്ന വാനിതിൽ
ഓർമ്മകൾ മായ്ക്കും, മനസ്സുകൾ തമ്മിലിടം തീർക്കും. മാറിമുകിൽ വർണ്ണങ്ങൾ ചാർത്തും, മനസ്സിൽ കുളിരായി പേരിറങ്ങും. വരികയേ നവവേദി താളമായി സ്വരലയരാഗമായി ഗാനം കേട്ടുണർന്ന വാണിതിൽ. നാടിൻ സമാധാന ചിറകായി നാടുനീളെ പാടി പറക്കാൻ. നാടിൻ സമാധാന ചിറകായി നാടുനീളെ പാടി പറക്കാൻ. നാമൂറും ഗീതങ്ങൾ പൊഴിയും നവമി നഭസിൽ നാദവീചിയായി താളമായി സ്വരരാഗമായി ഗാനം കേട്ടുണർന്ന വാനിതിൽ. കേട്ടുണർന്ന വാനിതിൽ ഗീതം തുടിച്ചുയർന്ന പുലരിയിൽ. തുടിച്ചുയർന്ന പുലരിയിൽ താളമായി സ്വരലയരാഗമായി ഗാനം കേട്ടുണർന്ന വാനിതിൽ. താങ്ക് യു. ഈ ചടങ്ങിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് MWയുടെ കോഴിക്കോട് പ്രസിഡന്റ് ശ്രീ നിതീഷ് കാർത്തിക്കിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ നമുക്കറിയാം 30 വർഷക്കാലത്തോളമായി കോഴിക്കോട് നിലനിൽക്കുന്ന ഒരു സംഘടനയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു നഗരമാണ് കോഴിക്കോട്. ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളതും ഉള്ളതുമായ ഒരു നാടാണ് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട്. കാരണം ഏതൊരു കലാകാരനും ഇവിടെ വന്ന് കോഴിക്കോട് വന്ന് പരിപാടി ചെയ്യുമ്പോൾ അത് ഏറെ അഭിമാനത്തോടു കൂടി അവർ പറയാറുണ്ട്. കാരണം അത്രയും ഏറെ ആസ്വാദകരാണ്. ഏത് പാട്ടാണെങ്കിലും നമ്മളിപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ കർണാട്ടിക് പാടിയാലും ഹിന്ദുസ്ഥാനി പാടിയാലും ഗസൽ പാടിയാലും റഫീ സാബിൻ്റെ പാട്ട് പാടിയാലും ഏത് തരം പാട്ടുകളും ഖവാലി പാടിയാലും എന്ത് പാട്ട് പാടിയാലും വെസ്റ്റേൺ പാടിയാലും എല്ലാ പാട്ടുകളും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു നഗരമാണ്, ഒരു നാടാണ് നമ്മുടെ പ്രിയപ്പെട്ട കോഴിക്കോട്. ആ കോഴിക്കോടിൻ്റെ മണ്ണിൽ MWA 30 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതിന് ഏറ്റവും വലിയ തെളിവ് അതാണ്. കാരണം കലയെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന, പാട്ടുകാരെ സ്നേഹിക്കുന്ന, പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും ഇത്തരം ഒരുപാട് കലാകാരന്മാരുള്ളത് കൊണ്ടുമാണ് 30 വർഷക്കാലം ഒരു സംഘടന നിലനിന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. ഈ ഒരു സംഘടന 30ാം വാർഷികം നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ആഘോഷിച്ചത്. ആ ഒരു ആഘോഷത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സംഗീത ദിനത്തിൽ നമ്മൾ കഴിഞ്ഞ ജൂൺ 21-ാം തീയതി സംഗീത ദിനത്തിൽ ടൗൺ ഹാളിൽ വെച്ച് നമ്മൾ പാട്ടും പറച്ചിലും എന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഈ ഒരു സംഗീത ദിനത്തിൽ നമ്മൾ MWA ചിന്തിക്കുന്നത് ആസ്വാദകർക്ക് ഒരു പാട്ടിലൂടെ എന്തെങ്കിലും അറിവ് കൂടെ ലഭിക്കാനുള്ള ഒരു ദിവസമായി ഇന്നത്തെ ദിവസത്തെ മാറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം പാട്ടും പറച്ചിലും എന്ന പരിപാടി ചെയ്തത്. ആ പാട്ടും പറച്ചിലും എന്ന പരിപാടി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നമ്മുടെ പലരും ആ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ടാവും. നമ്മൾ ആസ്വാദകർ അല്ലെങ്കിൽ പാടുന്ന ആളുകൾ എന്നുള്ള ആ ഒരു വേർതിരിവില്ലാതെ നമ്മൾ ആസ്വാദകർക്കും കൂടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൂടെ പാടാൻ പറ്റുന്ന രീതിയിലൊരു പരിപാടിയാണ് നമ്മളന്ന് അവതരിപ്പിച്ചത്. ഓരോ പാട്ടിൻ്റെയും പിന്നിലുള്ള കഥകളും പാട്ടിൻ്റെ വന്ന വഴികളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു പാട്ടും പറച്ചിലും.
ആ പരിപാടിയുടെ വിജയത്തിന് ശേഷം നമ്മൾ ഈ വർഷം ഇങ്ങനൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു. എന്തെങ്കിലും ആൾക്കാർക്ക് അറിവ് സംഗീതപരമായ എന്തെങ്കിലും ജ്ഞാനം ലഭിക്കുന്ന ഒരു പരിപാടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ആണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ രാഗസുധാരസം എന്ന പരിപാടി ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പരിപാടി ഒരു ഗാനമേളയല്ല, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഒരു ഗാനമേളയല്ല. ഒരു ഗാനമേള കാണുന്ന ഒരു സാധാരണ ടൗൺ ഹാളിൽ ഗാനമേള കാണുന്ന ആ ഒരു രീതിയിൽ ഒരിക്കലും നിങ്ങളിതിനെ സമീപിക്കാൻ പാടില്ല. കാരണം ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് സംഗീതത്തെക്കുറിച്ചുള്ളൊരു ജ്ഞാനം നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള സുനിമാഷ് ഇവിടെ ഉണ്ട്, അതേമാതിരി ഐശ്വര്യ ഉണ്ട്. ആ സംഗീതത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ആളുകളാണ് രണ്ടുപേരും. നമുക്കറിയാം ഓരോ ഗാനങ്ങളും സൃഷ്ടിക്കപ്പെട്ടുള്ളത് രാഗത്തിന് ബേസ് ചെയ്തിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ പാട്ടിനും ഓരോ രാഗം ബേസ് ഉണ്ട്, സ്വരങ്ങൾ, ആ സ്വരങ്ങളിലൂടെയാണ് ആ പാട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഏത് രാഗത്തിലൂടെയാണ് ആ ഗാനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത്, അതിൽ ആ രാഗത്തിൽ എത്രത്തോളം ഗാനങ്ങൾ നമുക്കറിയാത്ത എത്ര ഗാനങ്ങളുണ്ട്, അത് ഏതൊക്കെ ഭാഷയിലുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ പാട്ടുകൾ പാടിത്തരുന്നത് നമ്മുടെ MWA കുടുംബാംഗങ്ങളായിരിക്കും. അങ്ങനെ അത്തരത്തിലൊരു പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നമുക്ക് ഏറെ സന്തോഷം, ഏറെ അഭിമാനം എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട 3 കലാകാരന്മാരെ ആദരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ നമുക്കറിയാം KK നിഷാദേട്ടൻ നമ്മുടെ കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനാണ്. നമ്മളൊരു കലാകാരനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ SPB എപ്പോഴും ഓർക്കാറുണ്ട് അല്ലേ. SPB നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആളുകൾക്കത് ഒരു സങ്കടകരമായിട്ടുള്ളൊരു ഓർമ്മ തന്നെയായിരിക്കും SPBയുടെ വേർപാട്. അതിന് കാരണം SPB എന്ന ആ ഒരു ഗായകൻ എന്നുള്ളതുപരി അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ ആളുകളോടുള്ള സംവദിക്കുന്ന രീതി, എങ്ങനെയാണ് അദ്ദേഹം മറ്റ് ജനങ്ങളോട് സംവദിക്കുന്നത്, മറ്റ് കലാകാരന്മാരോട് സംവദിക്കുന്നത്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ SPB അത്രയേറെ സ്നേഹിച്ചത്. എത്ര ഒരു ഉയരത്തിലെത്തിക്കഴിഞ്ഞാലും അദ്ദേഹം ആ ഒരു വളരെ ചെറിയ ആളുകളോട് പോലും അദ്ദേഹം ആ ഒരു സ്നേഹം അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട നിഷാദേട്ടൻ. കാരണം നിഷാദേട്ടൻ എത്ര ഉയരത്തിലേക്ക് പറന്നു കഴിഞ്ഞാലും അദ്ദേഹം വന്ന വഴി മറക്കാത്ത ഒരാളാണ്, നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും അതൊരു കലാകാരന് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി ആണെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പരിപാടിക്കും, MWAയുടെ ഏത് പരിപാടിക്കും അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാലും സന്തോഷത്തോടെ അദ്ദേഹം വരാറുണ്ട്. അത് ഞങ്ങൾക്കും വളരെ സന്തോഷവും അഭിമാനമാണ്. കാരണം അദ്ദേഹം ഇത്രയേറെ വലിയൊരു അച്ചീവ്മെൻ്റൊക്കെ കിട്ടിയിട്ടും അദ്ദേഹം വീണ്ടും നമ്മുടെ മെമ്പറാണ്, വീണ്ടും നമ്മളുടെ അടുത്തേക്ക് തന്നെ വരുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഇന്ന് കിട്ടിയതിൽ ഏറ്റവും അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് സിവിൽ ചേച്ചി MWAയുടെ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ സംഘടനയുടെ കൂടെ നിൽക്കുന്ന ആളാണ്. ഒരുപാട് വേദികൾ പങ്കിട്ട് ഇന്നും ഒരുപാട് വേദികളിൽ ഇപ്പോഴും ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരുപാട് വർഷമായിട്ടും ആ പാട്ടിൻ്റെ മാധുര്യത്തിന് ഒരിക്കലും ഭംഗം വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് സിവിൽ ചേച്ചിയുടെ പാട്ടുകൾ കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സിവിൽ ചേച്ചിയെ കിട്ടിയതും നമുക്ക് സിവിൽ ചേച്ചിയെ ആദരിക്കാൻ കഴിയുന്നതിലും നമ്മുടെ സംഘടന എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജെഫ്രി ഹെൻറി മാഷ് 50 വർഷക്കാലമായി ഈ ഒരു സംഗീത രംഗത്ത് തുടരുന്നു എന്നുള്ള ഏറ്റവും അത്ഭുതമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അല്ലേ, എത്രയും വർഷം ഒരു സംഗീത മേഖലയിൽ നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യ സമ്പത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരുപാട് ആൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ലൈം ലൈറ്റിലേക്ക് വരാത്ത ഒരാളാണ്. അദ്ദേഹം പിന്നണിയിൽ മാത്രം പ്രവർത്തിക്കുന്നില്ല. അത്രയും അറിവുള്ള ഒരാളാണെങ്കിലും അദ്ദേഹം ഒരിക്കലും മുന്നോട്ട് വന്ന് ഞാൻ ഇന്ന ആളാണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കാണിക്കാത്ത ഒരാൾ കൂടിയാണ് ജെറി മാഷ്. അപ്പം അദ്ദേഹത്തെയും നമുക്ക് നമ്മുടെ MWAയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. അദ്ദേഹത്തെയും നമുക്ക് ആദരിക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പരിപാടിയെ ആ ഒരു രീതിയിൽ, നിങ്ങൾ ഇന്നത്തെ ഒരു പരിപാടി ഒരു ഗാനമേള കാണുന്ന എന്നുള്ളതുപരി ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം. നമ്മൾ ഓരോ രാഗത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അത്
വളരെ ധൈര്യമായിട്ട് അവിടുന്ന് ചോദിക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അത്തരത്തിലൊരു പരിപാടിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളിലൂടെ ഞങ്ങൾ കടന്നു പോകും. അപ്പം എല്ലാവർക്കും ഈ ഒരു പരിപാടി ആസ്വദിക്കാൻ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കൂടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ആദരിക്കൽ ചടങ്ങാണ് അടുത്തതായിട്ട് നൗഷാദ് ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിനി ഈ അതുല്യരായ ഈ കലാകാരന്മാരെ ആദരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നില്ല. കെ നിഷാദ് എന്ന കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ ഗായകൻ ഈ വർഷത്തെ 2023 സംഗീത നാടക അക്കാദമിയുടെ ബെസ്റ്റ് മെയിൽ സിംഗർക്കുള്ള അവാർഡാണ് കെ നിഷാദിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഇവിടെ ആദരിക്കുകയാണ്. MWAയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ പ്രേമരാജൻ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് മെമൻറ്റോ നൽകുന്നു. രണ്ടാമതായിട്ട് നിരവധി അവാർഡുകൾ 2004 ഖത്തർ KMCCയുടെ ബെസ്റ്റ് ഫീമെയിൽ സിംഗറുടെ അവാർഡ്, കേരള സംഗീത നാടക അക്കാദമിയുടെ ലളിതഗാന അവാർഡ് 2005, കൈരളി TVയുടെ ഇഷൽ ലൈല അവാർഡ് 2017, 2021 കേരള ഫോക്ലോർ അക്കാദമിയുടെ മാപ്പിളപ്പാട്ട് ഗായികകളുടെ അവാർഡ്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി. പിന്നെ ഓരോ ആഴ്ചയിലും നമ്മൾ സിബിലേച്ചിക്കുള്ള അവാർഡുകളുടെ പതക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിബിലേച്ചി ആദരിക്കുന്നത് MWAയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നിതീഷ് കാർത്തിക് പൊന്നാട അണിയിച്ച് ജെഫ്രി ഹെൻറി എന്ന ഈ അതുല്യനായ കലാകാരൻ 50 വർഷത്തിലേറെയായിട്ട് കോഴിക്കോട്ടെ സംഗീത ലോകത്തുണ്ട്. ഇന്നും സജീവമായിട്ട് ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള ഹെൻറി മാഷയാണ് ഇവിടെ നമ്മൾ ആദരിക്കുന്നത്. കോഴിക്കോട് മ്യൂസിഷ്യൻസ് സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും MWAയുടെ മുൻ സെക്രട്ടറിയുമായ ശ്രീ അജിത് കുമാർ അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ രാഗസുധാരസത്തിൽ നമ്മുടെ പ്രിയങ്കരനായ അതിഥിയായിട്ട് രാഗങ്ങളെക്കുറിച്ച് നമ്മളോട് സംവദിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ മാഷ്, സുനിൽ തിരുവങ്ങൂരിനെ ആദരിക്കുന്നു. MWAയുടെ ജില്ലാ സെക്രട്ടറി MS മോഹൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ആദരവിന് ഒരു മറുപടി പ്രസംഗത്തിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ കെ നിഷാദിനെ ആദരപൂർവ്വം ക്ഷണിക്കും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇതിലെ കുറച്ചുകൂടി ശബ്ദം തരണേ. മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ എപ്പോൾ വിളിച്ചാലും ഓടി വരുന്നു എന്ന് പറയുന്നതിൽ ഒരതിശയോക്തിയില്ല. കാരണം ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയുന്നതിന് മുമ്പേ
ഇതിൻ്റെ ഒരു മെമ്പറായ ആളാണ് ഞാൻ, ഈ അസോസിയേഷൻ്റെ. വർഷങ്ങൾ പോകുന്തോറും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ആ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാധാന്യം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കി വരുമ്പോൾ MWAയോടുള്ള സ്നേഹം കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഓടി വരുന്നത്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി ഈ ലോകം മുഴുവൻ ഒന്ന് വിറപ്പിച്ചപ്പോൾ പാവപ്പെട്ട കലാകാരന്മാർ ഒരുപാട് വിഷമിച്ചു. ആ വിഷമം കാണാൻ ഇവിടെ ഇരിക്കുന്ന ആസ്വാദക വൃന്ദവും ഇവിടുത്തെ ഭരണാധികാരികളും ഒരുപാട് വൈകി. അതിൽ തെറ്റല്ല ഞാൻ പറയുന്നത്, ഒരു കുറ്റമായിട്ടോ അല്ല പറയുന്നത്. കാരണം അതിലും വലിയ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നു. അവരവരുടെ രക്ഷ, അവരവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം, ഓട്ടപ്പാച്ചിലിനിടയിൽ കലാകാരന്മാരെ ചെറുതായിട്ടൊന്നും മറന്നുപോയി. ആ ഒരു മറവി ഒരു വെളിച്ചമായി കലാകാരന്മാരിൽ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരുപാട് സംഘടനകൾ അതിശക്തമായി വരികയും ആ സംഘടനകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനേക്കാൾ എത്രയോ മുമ്പേ, ഈ വർഷങ്ങൾ, ഇപ്പോൾ കോവിഡ് ഇപ്പോഴാണ് വന്നത്, ഇത് എത്രയോ വർഷങ്ങൾ, 30 വർഷത്തിന് മുമ്പേ നേരിൽ കാണുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷനെ പിന്നെ കലാകാരന്മാർ സ്നേഹിക്കണ്ടേ? ആ ഒരു സ്നേഹമാണ് എപ്പോഴും ഇവിടെ വിളിച്ചാൽ ഓടി വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു മ്യൂസീഷ്യൻസിൻ്റെ മാത്രം യൂണിയനും അല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മ്യൂസീഷ്യൻസിനെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഇതിൽ അംഗമാകാം എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത, അല്ലേ? അങ്ങനെയല്ലേ? അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മുഴുവൻ അംഗങ്ങളായിട്ടുള്ള ആളുകൾ എല്ലാവരും പാട്ടുകാരോ, എല്ലാവരും മ്യൂസിക് വായിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ കൈകാര്യം ചെയ്യുന്നവരോ അല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. മ്യൂസിക്കിനെ അതിയായി സ്നേഹിക്കുന്ന പലർക്കും ഇതിൽ ചേരാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്. അതുതന്നെയാണ് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു വേറിട്ട കാഴ്ചപ്പാടും വിജയവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഈ സംഘടനയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതൊരിക്കലും നിലച്ചു പോകാത്ത ഒരു പ്രവാഹമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിലും. ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് എത്രയുണ്ടെന്ന് നിങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ മാത്രം മതി. ഏതായാലും വളരെ സന്തോഷം. കോഴിക്കോടിൻ്റെ ഈ മണ്ണിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആദ്യത്തെ ഒരു അനുമോദന ചടങ്ങ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അനുമോദനം അത് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ആണെന്ന് അറിയുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ്. അപ്പോൾ നിതീഷിന് ഉത്തരം കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വേണ്ടി. ഇപ്പം സിബിലേച്ചിയാണെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട്, ഞാനൊക്കെ എൻ്റെ പാട്ടിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പേ പാടിത്തുടങ്ങിയ ആളുകളാണ്. ഇന്നും സിബിലേച്ചി പാടുന്നത്, ഓരോ പാട്ടും പാടുന്നത് അത്ഭുതത്തോടെ കേട്ടിരിക്കുന്ന ഒരു കാണിയോ ഒരു കേൾവിക്കാരനാണ് ഞാനും. സിബിലേച്ചിക്ക് കൊടുക്കുന്ന ഈ സ്നേഹം, അതിന് ഞാനാണ് നന്ദി പറയുന്നത്. താങ്ക് യു. അതേപോലെ ജെറിമാഷ് ഞാൻ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത്, അന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പ്രധാനമായിട്ടും കോഴിക്കോടിന് കപ്പടിക്കുന്ന എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സിൽവർ ഹിൽസ് സ്കൂളിലെ വൃന്ദവാദ്യവും അതേപോലെ തന്നെ അവിടുത്തെ സംഘഗാനവും ഒക്കെയാണ്. അതിന് ഉറപ്പായിട്ടും കോഴിക്കോടിന് ഫസ്റ്റ് കിട്ടിയിരിക്കും, യാതൊരു സംശയവുമില്ല. അതിൻ്റെ പിന്നിലെ വിയർപ്പും ശക്തിയും ജെറിമാഷായിരുന്നു എന്നുള്ളതാണ്. എത്രയോ
ഇപ്പം നിതീഷ് പറഞ്ഞതുപോലെ വളരെ ശാന്തനായിട്ട് മൂകനായിട്ടിരുന്ന് എത്രയോ കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു വലിയ ഗുരുനാഥനാണ് ജെറിമാഷ്. അപ്പോൾ ജെറിമാഷിന് കൊടുക്കുന്ന ഈ ഒരു സ്നേഹവും അത് ഞാൻ തന്നെ നന്ദി പറയണം. കാരണം ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. എനിക്ക് കിട്ടിയ ഈ നന്ദി പറയാൻ കിട്ടിയ ഈ ഒരു വേദിയെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. മാഷിക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു. അതേപോലെ സുനിൽ മാഷ് ഇപ്പം ഇവിടെ രാഗ സുധാരസം എന്ന പേരിൽ രാഗപരിചയവും രാഗങ്ങളുടെ പ്രയോഗങ്ങളെ പറ്റിയും രാഗങ്ങളുടെ ഇൻഫ്ലുവൻസ് സിനിമാ സംഗീതത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സംവാദമാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ പോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതൊരു എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഏറ്റെടുത്ത് ചെയ്യാൻ ഉള്ളൊരു കേൾപ്പ്, ഒരു ശക്തി എന്ന് പറയുന്നത് അതിന് തന്നെ ആദ്യം ഒരു അനുമോദനം കൊടുക്കണം. കാരണം സിനിമാ സംഗീതത്തിൽ ഈ പറയുന്ന രാഗങ്ങളുടെ പ്രയോഗങ്ങൾ ഒരുപാട് എന്താ പറയുക, രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾക്ക് മാത്രമേ അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പാട്ടുകളിലൊക്കെ അന്യസ്വര പ്രയോഗമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ പാട്ടുകളെ കൂടുതൽ നമുക്ക് രാഗവുമായിട്ട് അനുനയിപ്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ പോലും അതൊരു വലിയ ഒരു മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് റിസർച്ച് അതിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് തിരുവങ്ങൂരിലെ സ്കൂളിൽ, അതേപോലെ പൂക്കാട് കലാലയം, ആ വലിയ കലാലയത്തിലൊരു സ്റ്റുഡൻറ്റ് കൂടിയായിരുന്നു ഞാൻ പഠിച്ചത് അവിടെ സംഗീതമല്ല, അതാണ് എൻ്റെ വ്യത്യാസം. ഞാൻ ശിവമാസ്റ്ററായിട്ട് പഠിച്ചത് മൃദംഗമായിരുന്നു. പക്ഷേ എന്നാൽ പോലും കലാലയത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുകയും അങ്ങനെയാണ് സുനിൽ മാഷെ കൂടുതൽ പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചതും. സുനിൽ മാഷ് ഈ ഒരു വേദിയെ ധന്യമാക്കി, MWയുടെ ഈ ഒരു വേദിയിൽ നമുക്ക് വേണ്ടി വന്ന് ഇത് ധന്യമാക്കുന്നു, ഇത് ഒരു മനോഹരമായൊരു പ്രോഗ്രാമാക്കി മാറ്റുന്നു എന്ന് പറയുമ്പം മാഷോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. താങ്ക് യു. എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുൻ പ്രസിഡൻ്റായിട്ടുള്ള അജിത്തേട്ടനാണെങ്കിലും നിതീഷാണ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് നിതീഷാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, മോഹനേട്ടൻ, അങ്ങനെ പ്രേമേട്ടൻ, എല്ലാവരും ഇതിൻ്റെ പിന്നിൽ ഒരു ലാഭവുമില്ലാതെ, സാമ്പത്തിക ലാഭമായിക്കോട്ടെ എല്ലാ ലാഭങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അല്ലാതെ ഈ സംഘടന ഇങ്ങനെ നിൽക്കില്ല 30 വർഷമായിട്ട്. അത് ഒരു സംഘടന തുടങ്ങാൻ എളുപ്പമാണ്, അത് നിലനിർത്തി കൊണ്ടുപോകാനാണ് പാട് എന്ന് പറയുമല്ലോ. അതാണ്, നിലനിർത്തണമെങ്കിൽ അതേപോലെ മനസ്സ് വേണം, അതേപോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വേണം. പറഞ്ഞാൽ ഒരുപോലെ മനസ്സിലാവുന്ന, നമ്മൾ പറയുമല്ലോ വേവ് ലെങ്ത് എന്ന് പറയുന്ന, ഒരേ വേവ് ലെങ്ത്തുള്ള ആളുകൾ വേണം. ഇത്രയും ആളുകളുടെ ഒരുമിച്ചുള്ള അധ്വാനമാണ് ഒരു സംഘടന നിലനിൽക്കുക എന്ന് പറയുന്നത്. മനോഹരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഷൻ വരാൻ പോവുകയാണ്. അതിനുവേണ്ടി ഈ വേദി ഒഴിയും. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്നേഹം, അത് മാത്രമേ ഉള്ളൂ, സ്നേഹം. നിങ്ങൾക്കും ഈ കോഴിക്കോട്ടുകാർക്കും, എൻ്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർക്കും MWന് ഞാൻ സ്നേഹം അല്ലെങ്കിൽ നന്ദി പറയുന്നതിൽ അർത്ഥമില്ല, അത് ഉണ്ട്, അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്നേഹം. ലവ് യു ഓൾ. ഓക്കെ, നമ്മൾ പ്രോഗ്രാം തുടങ്ങുകയാണ്. എല്ലാവർക്കുള്ള നന്ദി KK നിഷാദ് പറഞ്ഞു. അത് വളരെ സന്തോഷം, അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്തതിൽ ഒരു സാധാരണ MW മെമ്പർ എന്നുള്ള നിലയ്ക്ക്. എന്നാലും ഔപചാരികതയ്ക്ക് വേണ്ടിയിട്ട് MWയുടെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് MWയുടെ ട്രഷറർ പ്രമോദ് പൂമംഗലത്ത്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രസിഡൻറ്റും സെക്രട്ടറിയും നൗഷാദൊക്കെ പറഞ്ഞു MW വന്ന വഴികളും MWയുടെ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. നമ്മുടെ ഒരു സംസ്കാരമായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ മുൻപേ പറക്കുന്ന പക്ഷികളായിട്ട് നമുക്ക് എപ്പോഴും വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പേ പാട്ടും പറച്ചിലും എന്ന പരിപാടി നമ്മൾ നടത്തി. ആ പ്രോഗ്രാമിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഒരുപാട് പ്രോഗ്രാംസ് പിന്നെ അതിനെ പിന്തുടർന്ന് വന്നു. അതിലും ആദ്യത്തെ അങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ MWയ്ക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. അതുപോലെ 30ാം വാർഷികത്തിൻ്റെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് 4 പരിപാടികൾ അടുപ്പിച്ചടുപ്പിച്ച ആഴ്ചകളിൽ നമ്മൾ പാട്ടിൻ്റെ ആരാമം എന്ന പ്രോഗ്രാം നമ്മൾ നടത്തി. 4 വ്യത്യസ്തങ്ങളായ, ഒന്ന് ഹിന്ദി പ്രോഗ്രാംസ് മാത്രം, ഹിന്ദി പാട്ടുകൾ മാത്രം, ഒന്ന് തമിഴ് മാത്രം, ഒന്ന് പഴയ മലയാളം, അങ്ങനെ 4 പരിപാടികൾ നമുക്ക് നടത്താൻ പറ്റി. അതൊക്കെ ഞങ്ങൾക്ക് തന്ന ഊർജം വളരെ വലുതാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് 30 വർഷം നമ്മൾ
ആഘോഷിക്കുന്ന ആ വേളയിൽ കോഴിക്കോടിൻ്റെ അതുല്യരായ 30 കലാകാരന്മാരെ ആദരിക്കാനുള്ളൊരു ഭാഗ്യവും MWAക്കുണ്ടായി. MWAയുടെ ഒരു പാരമ്പര്യം അതാണ്. മുന്നിട്ട വഴികളിൽ നമുക്ക് വഴിവിളക്കുകളായിട്ട്, ഗൈഡിങ് സോൾസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന നമ്മുടെ അതുല്യരായ കലാകാരന്മാരെ ആദരിക്കാൻ എന്നും MWA എപ്പോഴും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ ഈ രാഗസുധാരസം എന്ന ഈ പരിപാടിയുടെ ഒരു രസച്ചരട് മുറിയുന്നതിലെ ആയിട്ട് നിങ്ങൾക്ക് മുൻപിൽ ഒരു നന്ദി ഭാഷണം ഒരുപാട് നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യവും ഈ പറഞ്ഞ പാട്ടിൻ്റെ ആരാമം എന്ന പരിപാടിയിൽ ശ്രീ നിഷാദ് ഇവിടെ വന്നിട്ട് വളരെ മനോഹരമായിട്ട് വലിയ പ്രോഗ്രാം അവതരിപ്പിച്ച് ഞങ്ങളുടെ പരിപാടി വൻ വിജയമാക്കി തന്നിരുന്നു. ഇപ്രാവശ്യവും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിന് MWAയുടെ പേരിലും എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതേപോലെ തന്നെ സിബിലേച്ചിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. സംസാരം അധികം നീട്ടി പോവാതിരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നത്. ജെറിമാഷ് പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ ഇന്നത്തെ പ്രോഗ്രാം വളരെ പാട്ടിൻ്റെ ആരാമം അതേപോലെ മറ്റ് പ്രോഗ്രാം അവതരിപ്പിച്ച പോലെ തന്നെ വ്യത്യാസമായിട്ടുള്ളൊരു പരിപാടിയുമായിട്ടാണ് MWA നിങ്ങളുടെ മുന്നിൽ വന്നത്. നമുക്ക് ഉറപ്പുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ച് ഇനിയും ഇതേപോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ടാകണം. അതിന് മുന്നിൽ നിൽക്കാൻ MWAക്ക് കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം ഏതൊരു ആർട്ടിൻ്റെയും ഉദ്ദേശം കമ്മ്യൂണിക്കേഷനാണ്. ഹൃദയം കൊണ്ട് ഹൃദയമായിട്ട് സംവാദിക്കാനുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഈ രാഗസുധാരസം എന്ന പരിപാടിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രാഗങ്ങളും കൊണ്ട് നമുക്ക് എങ്ങനെ സംവാദം നടത്താം, എങ്ങനെ സംവദിക്കാം എന്ന് നിങ്ങളോടും നിങ്ങളുടെ തിരിച്ചുള്ള റെസ്പോൺസും നമുക്കതൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കണം. അതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുനിൽ മാഷ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കൂട്ടത്തിൽ ഐശ്വര്യ കല്യാണിക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ വേദി ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കി തന്നിട്ടുള്ള അല്ലെങ്കിൽ അതിന് അനുവാദം തന്നിട്ടുള്ള കോർപ്പറേഷന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് സ്ഥിരമായിട്ട് ശബ്ദവും വെളിച്ചവും ഒക്കെ തന്ന് നമ്മുടെ പ്രോഗ്രാം ഗംഭീരമാക്കി തരാറുള്ള ശ്രീ അജിൽ ശ്രുതി സൗണ്ട്സിന് നന്ദി പറയുന്നു. പ്രോഗ്രാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുൻപ് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്, പല മീഡിയകളിൽ വന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കവർ ചെയ്യാൻ വന്നിട്ടുള്ള മീഡിയ ആൾക്കാർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ നമ്മുടെ പരിപാടിയുടെ വലിയൊരു വിജയമാണ് നമുക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട്. ആ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് നമുക്ക് സ്പോൺസേഴ്സ് ഒരുപാട് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാ സ്പോൺസേഴ്സിനോടും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നമ്മൾ നന്ദി പറയുന്നു. അതേപോലെ ഏറെ തിരക്കുകളുള്ള വലിയ വലിയ കലാകാരന്മാരായിട്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ പിന്നണി ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന ഓർക്കസ്ട്ര ടീമിന് പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ ഓഡിയൻസിനെ ഒരിക്കലും നമ്മൾ വേറിട്ട ഒരു വ്യൂവിൽ കാണുന്നില്ല. കാരണം നമ്മൾ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് ശ്രുതി ചേർത്തിട്ടുള്ള ഒരു സിത്താറിൻ്റെ തന്ത്രികൾ പോലെയാണ് പലപ്പോഴും നമുക്ക് ഓഡിയൻസ് ഫീൽ ചെയ്യുക. സിത്താറിൻ്റെ മെയിൻ തന്ത്രികളിൽ താഴെ 10-13 തരം സ്ട്രിങ്ങുകളുണ്ട്. റെസണേറ്റിംഗ് സ്ട്രിങ്സ് ആണ്. നമ്മൾ മെയിൻ സ്ട്രിങ്ങിൽ ഒരു സ്ട്രിങ് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസണൻസ്, അതിൻ്റെ അനുരണനങ്ങൾ, റെസണൻസ് അത് നമുക്ക് തിരിച്ച് കിട്ടുന്നത് ഈ സിമ്പത്തറ്റിക് സ്ട്രിങ്സ് ആണ്. അതിൻ്റെ ഒരു വൈബ്രേഷനും കൂടെ വരുന്ന സമയത്ത് അതിമനോഹരമായിട്ടാണ് നമ്മുടെ ആ സിത്താർ നമുക്ക് ഫീൽ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇവിടുന്ന് നമ്മൾ ഗായകർ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ വലിയൊരു അനുരണനമായിട്ട് ഓഡിയൻസ് അതിന് കറക്റ്റ് ട്യൂണിങ്ങിലായിരിക്കണം. നിങ്ങളെല്ലാവരും അത്തരം ട്യൂണിങ് കൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാം. അത്തരം ഹൃദയരാഗ തന്ത്രികൾ മീട്ടി നിങ്ങളുടെ അനുരണനങ്ങൾ ഞങ്ങളിലേക്കും ഉണ്ടാകണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ വളരെ നല്ല പൂർവ്വം ആസ്വദിക്കാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു.